ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മളെ ചാപ്റ്റർ ക്യാമ്പയിൻസ് ആയിരുന്നല്ലോ കഴിഞ്ഞിരുന്നല്ലേ. ഇപ്പോൾ അവയർനെസ് കഴിഞ്ഞു, നമ്മൾ ട്രാഫിക് കഴിഞ്ഞു, എൻഗേജ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ ഈ മോഡ്യൂൾസ് നമ്മൾ കഴിഞ്ഞു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലീഡ്സ് എന്ന് പറയുന്ന ഒരു ഇതാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എൻഗേജ്മെൻറ്റ്സിൻ്റെ ഒരു ഫേസ്ബുക്കിൽ എങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടുക എന്നുള്ളത് അതൊന്ന് പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ലീഡ്സ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യും എന്നുള്ളതും കൂടി പഠിക്കാനുണ്ട്. പിന്നെ ഞാനിപ്പോൾ അടുത്ത് പറയാൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ ഫസ്റ്റ് നമുക്ക് ആ ലീഡ്സ് ജനറേറ്റ് ചെയ്യുന്നത് നമുക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ ഞാൻ ഫസ്റ്റ് ക്യാമ്പയിൻസ് വന്നു. അതിൽ ഞാനൊരു പുതിയൊരു ക്രിയേറ്റ് ക്യാമ്പയിൻസ് ഞാൻ ചെയ്യാൻ പോകും. ഓക്കെ, ക്രിയേറ്റ് ക്യാമ്പയിൻസിൽ ജസ്റ്റ് പഴയത് ഡ്രാഫ്റ്റായിട്ട് കിടക്കുന്നുണ്ട്, അതൊന്ന് ഡിലീറ്റ് ചെയ്തെന്ന് മാത്രം. പിന്നെ ക്രിയേറ്റ് ക്യാമ്പയിൻസിൽ എൻഗേജ്മെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ കൊടുക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ എൻഗേജ്മെൻറ്റാണ് നമ്മൾ എടുത്തിരുന്നു, പക്ഷേ അതിലെങ്ങനെയാണ് ഫേസ്ബുക്കിൻ്റെ പേജ് ലൈക്ക് കിട്ടുന്ന ഒരു കൺവെൻഷൻ. ഇവിടെ നെയിമും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുക. അത് ആ സെറ്റിങ്സ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺവെൻഷൻ ഉണ്ടല്ലോ, അതായത് ആഡ് സെറ്റ് നെയിമിൻ്റെ അടിയിൽ കൺവെൻഷൻ എന്ന് പറയുന്ന ഈ കൺവെൻഷനിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ ഏറ്റവും അടിയിൽ ഫേസ്ബുക്ക് പേജ് എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് കൂടുതൽ ലൈക്കും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതെങ്ങനെ വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഈ ഒരു പ്രിവ്യൂയുടെ അവിടെ നോക്കി നോക്കൂ. ഈ പ്രിവ്യൂവിൽ കാണാം നമുക്കിവിടെ ലൈക്കിൻ്റെ തമ്പ്. ഇതേപോലെ ഇത് ആൾക്കാരിലേക്ക് എത്തിയിട്ട് ലൈക്ക് കിട്ടും കുറേ. അപ്പോൾ ആ ഒരു ഓപ്ഷനാണ് നമ്മൾ പഠിപ്പിച്ചത്. ഓക്കെ, ഇനി നമ്മൾ ബാക്കിലോട്ട് വരാം. ഇനി നമ്മൾ അടുത്ത ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലീഡ്സ് എങ്ങനെ ജനറേറ്റ് ചെയ്യണമെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. പബ്ലിഷ് ആയിപ്പോയി, സോറി, അതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ്. ഇത് പഴയത് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ കേട്ടോ, റിസൾട്ട് ഒന്നും ആയിട്ടില്ല. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ. നിങ്ങൾ തിരക്ക് പിടിച്ച് ധൃതി പിടിച്ച് നമ്മൾ ഡാറ്റ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് റീകവർ ചെയ്ത് കിട്ടൂല. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. ഇത് പഴയ ഞാൻ ഇതേപോലെ ക്ലാസ് എടുത്ത് കൊടുത്തിരുന്ന പഴയ ഇതാണ്, അത് ഡ്രാഫ്റ്റായിട്ട് കിടക്കുക. അപ്പോൾ അതെനിക്ക് ഡിലീറ്റ് ചെയ്യണമായിരുന്നു. ഇനി അത് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ കാണിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആകെ കൺഫ്യൂഷനാവും. അതുകൊണ്ടാണ് ഞാനത് ഡിലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഡിലീറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് എന്നുള്ള ആഡ് സെറ്റിലും ആഡ്സിലും എല്ലാത്തിലും വന്നെടുക്കും, ക്യാമ്പയിൻസിലും വന്നെടുക്കും. നമ്മൾ എത്ര തന്നെ ആഡ് ചെയ്താൽ നമ്മൾ പബ്ലിഷ് ചെയ്തില്ലെങ്കിൽ അതെന്തായിട്ട് മാറും, അത് ഇങ്ങനെ ഡ്രാഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്തിട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി, വേറെ ഒന്നുമില്ല. അതുപോലെ ക്യാമ്പയിൻസിൽ ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് വരാം. ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ക്യാമ്പയിൻസ് കൊടുത്തു. അതിൽ ലീഡ്സ് എങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നത്, ആ ലീഡ്സിൽ നമ്മൾ മാനുവൽ ലീഡ്സ് അങ്ങനെ തന്നെ സെറ്റപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ചെറിയ കുറച്ച് ഡിഫറൻസ് ഉള്ള ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഇനി നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ന്യൂ ലീഡ്സ് ക്യാമ്പയിൻസ്, അവിടെ നമ്മളൊരു പേര് കൊടുക്കുന്നു. ഇവിടെ പേര് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് സെറ്റ് നെയിം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു കോഴ്സിൻ്റെ ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വിചാരിച്ചേക്ക് ഫോം ഫില്ല് ചെയ്തിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കണം. ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനൊരു ഏജുള്ള ഫോമാണ് ഫില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ നെക്സ്റ്റ് അടിച്ചു പോയി. അടുത്തത് ആഡ് സെറ്റ് നെയിമിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊച്ചി ഏജ് എന്ന് പറയുന്ന ഇത്ര ഏജുള്ള ആൾക്കാരെ നമ്മൾ സെറ്റ് ചെയ്യണമെന്നുള്ള ഒരു പേര് കൊടുക്കുന്നു. ആ പേര് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ അടിയിൽ വരുന്നത് നമുക്ക് ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ മെസ്സഞ്ചർ ഉണ്ട്. ഈ കൺവെൻഷൻ നോക്ക്, നേരത്തെ നമ്മൾ ഫേസ്ബുക്കിൻ്റെ പേജിൻ്റെ ലൈക്ക് കിട്ടുന്ന കൺവെൻഷൻ പറഞ്ഞു, അത് ഏതിൽ ക്യാമ്പയിൻസിൽ, അതേ ക്യാമ്പയിൻസിൽ എൻഗേജ്മെൻറ്റ്സിൽ. ഓക്കെ,
അപ്പോൾ എന്നതുപോലെ തന്നെ നമ്മൾ ലീഡ്സിലും ഇങ്ങനെ കൺവെൻഷൻ ഉണ്ട്. അപ്പോൾ എന്തിനാണ് കൺവെൻഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റൻറ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ ഇൻസ്റ്റൻറ്റ് ഫോം മെസ്സഞ്ചർ ഉണ്ട്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് കോൾസ് ഉണ്ട്, ആപ്ലിക്കേഷൻ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇൻസ്റ്റൻറ്റ് ഫോംസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഈ ഫേസ്ബുക്ക് പേജിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് വേറെ പേജിലാണ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി വേറെ എന്ത് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ടോ, ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ഡാറ്റ, ജനങ്ങളെ ഡാറ്റ കളക്ട് ചെയ്യണം. അപ്പോൾ അതിന് ഇവരെന്ത് ചോദിക്കുന്നുണ്ട്, ഒരു എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഞാൻ ഫസ്റ്റ് സെലക്ട് ചെയ്ത പേജിൽ കാണാത്ത, ഓൾറെഡി അത് സെലക്ട് ചെയ്തത് കൊണ്ടാണ് നിങ്ങൾക്കത് കാണാത്തത്. അപ്പോൾ ഞാനിത് എങ്ങനെ കാണിച്ച് സെലക്ട് ചെയ്യുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിത് എടുത്തത്, വേറെ പേജ് സെലക്ട് ചെയ്തത്. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് അഗ്രിമെൻറ്റ് ടേംസ് ഓഫ് കണ്ടീഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം പോകും. അങ്ങനെ പോയിട്ടുള്ള ഒരു അക്കൗണ്ടിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൽ വീണ്ടും വന്നു, കണ്ട ഇതിൽ നമ്മൾ വീണ്ടും വന്നു. ഓക്കെ, ക്ലിയർ അപ്ഡേറ്റ് ആയി. അത് നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ്. ഇനി മിനിമം നമ്പർ ഓഫ് ലീഡ്സ്, നമുക്ക് ഏതാണോ മിനിമം നമ്പർ ഓഫ് കൺവെൻഷനാണോ ഏതാണ് വേണ്ടത് നമ്മൾ നോക്കി ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മാക്സിമം ആൾക്കാരിലേക്ക് ഇത് കൺവെൻഷനാണ്, ലീഡ്സാണ് നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പീപ്പിൾ മോസ്റ്റ് ലൈക്ക്ലി ആണോ ഷെയർ കോൺടാക്റ്റ് ഇൻഫോർമേഷൻ യു, അതാണോ എന്താണ് വേണ്ടത്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് കൺവെൻഷനാണ് നമ്മൾ ഗോൾസ്. അത് നമ്മൾ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഡൈനാമിക് ക്രിയേറ്റീവ് ആയാലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ ഓൾറെഡി എക്സലിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എവിടെയൊക്കെ എന്തൊക്കെ കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ കൺവെൻഷൻ ഇൻസ്റ്റൻറ്റ് ഫോം കൊടുത്തു, പേജിൽ സെലക്ട് ചെയ്യുമ്പോൾ എഗ്രിമെൻറ്റ് ചോദിക്കുന്നുണ്ട്, അത് സെറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്. പിന്നെ മാക്സിമം നമ്പർ ഓഫ് കൺവെൻഷനാണ് നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യേണ്ടത്. പിന്നെ ബഡ്ജറ്റ് 200 ഇവിടെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ള ഇതിൽ പറഞ്ഞ ഒബ്ജക്റ്റീവ്സിൽ പറഞ്ഞ അതേ സെയിം പ്രൊസീജിയർ തന്നെ. എന്ത് പ്ലേസ് എന്താണ്, ഏത് ലൊക്കേഷൻ, റേഡിയസ് നിങ്ങൾ ഇഷ്ടമുള്ളത്, മലയാളം ആണെങ്കിൽ മലയാളം, ഹിന്ദി ആണെങ്കിൽ ഹിന്ദി ടൈപ്പ് ചെയ്യുക. പിന്നെ ഏജ്, ജെൻഡർ ഡീറ്റെയിൽ, പിന്നെ ടാർഗറ്റിംഗ് ഓഡിയൻസ്, ഏതാണോ ഡീറ്റെയിൽ ആയിട്ട് ടാർഗറ്റിംഗ് ഓഡിയൻസ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യുക. പിന്നെ അഡ്വാൻറ്റേജ് പ്ലസ് പ്ലേസ്മെൻറ്റ് പ്ലസ്, ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇത് മാനുവൽ പ്ലേസ്മെൻറ്റ് നിങ്ങൾ സെലക്ട് ചെയ്തത് ഏറ്റവും അടിയിൽ കാണുന്ന ഈ ഒരു കേസാണ് പറയുന്നത്. ഇത് ഓൾറെഡി ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് നെക്സ്റ്റ് അടിച്ച് പോയാൽ മതി. ഞാനിവിടെ ബാക്കിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല, അത് നിങ്ങൾ ചെയ്യുക. ജസ്റ്റ് ഞാൻ എങ്ങനെയാണ് അത് ഒരു ക്രിയേറ്റ് ഫോം ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ ആഡ് നെയിമിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആഡ് നെയിമിൽ നമ്മൾ ജസ്റ്റ് ഒരു ആഡ് പോസ്റ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റർ ഇടുന്നത്. ആഡ് പോസ്റ്റർ എന്ന് പറഞ്ഞാൽ അണേബിൾ ടു പേസ്റ്റ്. ഇനി അടുത്തത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, ആഡിൻ്റെ ഏത് ഫേസ്ബുക്ക് പേജിനായിട്ട് തന്നെ കണക്റ്റ് ഉള്ളത് അങ്ങനെയുള്ളത്. പിന്നെ നമ്മൾ എന്താണോ ആഡ് ഇടേണ്ടത് ആ ആഡിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഞാനൊരു ആഡ് ഇടാണ്, ഇമേജ് ക്രിയേറ്റ് ഇമേജ് എന്ന് പറഞ്ഞിട്ടൊരു ഇമേജ് ഇട്ടാണ്. അപ്പോൾ ജസ്റ്റ് സിംഗിൾ ഇമേജ് ഓൾറെഡി സെലക്ട് ആയിട്ടുണ്ട്. ഇനി കറോസിലാണെങ്കിൽ കറോസിൽ നിങ്ങൾ ഇടുക. അത് കറോസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫോട്ടോ കാണുന്നില്ലേ ഇപ്പോൾ ഈ ഒരു മൊബൈലിൽ, ഇതേപോലെ നമുക്ക് ഒരുപാട് പ്രൊഡക്ട്സുകൾ ഉള്ളവർക്ക് എന്ത് ചെയ്യും, അതേപോലെ ഒരു പർട്ടിക്കുലർ ഒരു ആഡിൽ തന്നെ കുറേ ഇമേജസ് കാണിക്കുക. അപ്പോൾ അവരിങ്ങനെ റൈറ്റ് ബട്ടൺ നിൽക്കുന്നുണ്ട്, അങ്ങനെ അങ്ങോട്ട് പോകും. ഒരുപാട് പ്രൊഡക്റ്റൊക്കെ സെല്ല് ചെയ്യണവരൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ അത് ഈ 4-5 ഇമേജ്, അത് 10 വരെ ഇമേജസ് അതിൽ ഇടാൻ പറ്റും. ഓക്കെ, അതാണ് ഈ കറോസിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് കറോസിലിട്ട് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ കറോസിലിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കറോസിലിൽ എത്ര ഇമേജ് വരെ ആഡ് ചെയ്യാം. ഇതാ കറോസിൽ 1 to 10 എന്ന് പറയുന്നതാണ് ഇതുള്ളത്. ഇത്രയും ഇമേജസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ആഡ് ഇമേജ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഒരു ഇമേജ് ഞാൻ ഫസ്റ്റ് ഇമേജ് ഇത് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുത്ത്, പിന്നെ കണ്ടോ ഇതിൽ വന്ന് എടുക്കണ്ട ഓട്ടോമാറ്റിക്കലി. ഇനി നിങ്ങൾക്ക് അടുത്ത ഇമേജ് വേണമെങ്കിൽ അടുത്ത ഇമേജ് നമുക്ക് സെലക്ട് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് വീഡിയോസ് വേണമെങ്കിൽ വീഡിയോസ് സെലക്ട് ചെയ്യാം, അങ്ങനെ സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ കാറിൻ്റെ ബൈക്കിൻ്റെ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കണ്ടോ ഇത്ര ടോട്ടൽ 3 ഇത് വന്ന്. ഇതെങ്ങനെ വരുന്നത് നമുക്ക് പ്രിവ്യൂവിൽ കാണാം. ഈ പ്രിവ്യൂവിൽ ഡിലീറ്റിങ്ങിൻ്റെ ഇതിങ്ങനെയൊക്കെ എടുക്കുന്നുണ്ടല്ലേ, അത് പോയിക്കോളും, അത് ഫുൾ ഡിലീറ്റ് ആയ പോയിക്കോളും. ഞങ്ങൾക്കിത് പ്രിവ്യൂവിൻ്റെ ഇത് പഴയ ഒരു ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്താണ് കേട്ടോ, അതാണ് ഇതിങ്ങനെ കാണുന്നത്. ജസ്റ്റ്
അതങ്ങനെ അവിടെ വന്ന് കിടക്കും. അത് ഞാൻ കാണിച്ചു തരാം. അത് റിമൂവ് ചെയ്യണം. ഓക്കെ, ഇത് പ്രിവ്യൂവിൽ നിങ്ങൾക്ക് കാണുന്നില്ല. ജസ്റ്റ് കാണിച്ചു തരാം. ഇതിൽ നമ്മൾ സെലക്ട് കൊടുത്തു, നമ്മൾ ഫോം ചെയ്തു, ക്രിയേറ്റ് ഫോം, നമ്മളിവിടെ ഫോം പഴയ ഫോം അതിൻ്റെ സെക്ഷനിലേക്ക് എത്തുന്നുള്ളൂ. ഓക്കെ, ഇതിലിപ്പോൾ നമ്മൾ ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രിവ്യൂ കാണാൻ ഇതിൽ ഈ ഇമേജസ് ഇവിടെ കാണുന്നുണ്ടോ? ഇവിടെ കണ്ടോ ഈ ഇമേജസ്? ഇത് കണ്ടിന്യൂ ചെയ്താൽ പോകുന്നില്ല. ഇവിടെ നമുക്കിങ്ങനെ മാറി മാറി വരും. അത് ഫേസ്ബുക്കിൽ മാറി മാറി വരും. ഞാൻ കാണിച്ചു തരാം. ഇതിലിപ്പോൾ നമ്മൾ 3 ഇമേജസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ക്രിയേറ്റ് ഫോം. ഇവിടെ ഈ ഒരു ഫോം എന്തായിട്ടുണ്ട്, നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇത് ഓൾറെഡി മുന്നേ ഉണ്ടാക്കിയുള്ള ഒരു ഫോമാണ്. ആ ഫോം ഓൾറെഡി ഇവിടെ വന്ന് കിടക്കുക. കണ്ടോ, ഇൻസ്റ്റൻറ്റ് ഫോം എന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മൾ കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി അത് പോകും. നമുക്ക് പുതിയ ഫോം ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പുതിയൊരു ഫോം ഉണ്ടാക്കി എങ്ങനെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ ജസ്റ്റ് ഒരു ആഡ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ, കെറോസിലിൻ്റെ ഈ ഒരു ഇമേജ് എങ്ങനെ വരുന്നത് എന്നുള്ളത്. സംഭവം ഞാൻ നേരത്തെ ആ ഒരു ഫോട്ടോ കണ്ടില്ലേ, ആ ഒരു ലെവലിൽ തന്നെ വരുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് സിമ്പിൾ മെത്തേഡിൽ നമുക്ക് ചെയ്യണം. ഏറ്റവും ബെറ്റർ അതാണ്. ഒരു സെക്കൻഡ്, ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം മുതൽ എടുക്കുന്നുണ്ട്. ഇത് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നവരെ നിങ്ങൾക്കത് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയിക്കോളും. കണ്ടോ, അത് പോയിക്കോളും. ഇനി ആഡ്സ് ഉണ്ടോ നോക്കുക. ഇതിങ്ങനെ എറർ വരുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം വേണം കേട്ടോ കൈകാര്യം ചെയ്യാൻ. നമ്മൾ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ പിന്നെ സ്പീഡപ്പായിട്ട് ഇങ്ങനെ ചെയ്തു പോകുന്നത്. ആഡ് പോസ്റ്റർ എന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. രണ്ടാമത് ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഡിലീറ്റ് ചെയ്യാനുള്ളതാണ്. ആഡ് പോസ്റ്റർ എന്ന് പറയുന്നത് കാരണം അത് പബ്ലിഷിങ്ങിലാണ് കിടക്കുന്നത് തോന്നുന്നു. നമ്മളത് പേയ്മെൻ്റ് ഇല്ലെങ്കിൽ അത് പബ്ലിഷിങ് ആവും ചെയ്യില്ല. അപ്പോൾ അത് ക്യാമ്പയിൻസിൽ ആദ്യം വന്നിട്ട് ഡിലീറ്റ് ചെയ്യാവും ഏറ്റവും ബെറ്റർ. എന്തെങ്കിലും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നുള്ളതിൽ സിമ്പിളായിരിക്കും. ഇതിലും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ഡിലീറ്റിൻ്റെ ഓപ്ഷൻ വരുന്നില്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് സംഭവിക്കാം. അപ്പോൾ ഇത് ഞാൻ ലൈവായിട്ട് ഇതിൽ തന്നെ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് നമ്മളത് വീഡിയോ എഡിറ്റ് ചെയ്യണതോ കട്ട് ചെയ്യണതോ അങ്ങനെയൊന്നുമില്ല. ലൈവായിട്ട് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്. എന്താണ് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മളത് മറച്ചു വെക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ എന്താണോ അത് അനുസരിച്ച് സോൾവ് ചെയ്തിട്ട് നമ്മൾ ലൈവിൽ തന്നെ പോവുകയാണെന്ന് ഏറ്റവും ബെറ്റർ. അതാകുമ്പോൾ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, നമ്മളും സാറ്റിസ്ഫൈഡ് ആണ്. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാം. റീ ഓപ്പൺ ചെയ്ത് നോക്കാം. ചില സമയത്ത് ഇൻ്റർനെറ്റിൻ്റെ എറർ കൊണ്ട് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കറക്റ്റ് കിട്ടാണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ഷമാപൂർവ്വം ചെയ്താൽ മതി. ഓക്കെ, ഇത് ഓഫ് ചെയ്യാം. ഓക്കെ, ഈ ആഡ് പോസ്റ്റ് ആദ്യം ഓഫ് ചെയ്യുക. ഇത് പബ്ലിഷിങ് 1 ഓഫ്, അത് ഓൾറെഡി അപ്ഡേറ്റ് ആയി. കണ്ടോ, ഇപ്പോൾ അത് പോയി. കണ്ടോ,
ഇനി അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യാം. അത് നമ്മൾ ഓൾറെഡി ഒന്നും ചെയ്യണില്ല, അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി അതിൻ്റെ പോപ്പപ്പ് വരും, ഡിലീറ്റിംഗ് എന്ന് വരും. ഇനി ആഡ്സിലാണ് നമ്മൾ ലാസ്റ്റ്. അത് കഴിഞ്ഞ് ആഡ് സെറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് എറർ കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. നമ്മൾ പേയ്മെൻറ്റ് ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാം. നമ്മളിത് ഓൾറെഡി ഇതേപോലെ ചെയ്തതല്ലേ. ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പേയ്മെൻറ്റ് എററാണ്, ഇത് ഓഫ് ചെയ്യുക, ഡിലീറ്റ് ചെയ്ത് കളയാം. ഇത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ, ഇനി നമ്മളെ ചാപ്റ്ററിലേക്ക് വരാം. ഇനി നമ്മൾ പുതിയൊരു ക്യാമ്പയിൻ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരുപാട് ഞാൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ബിസിനസ് ഓണേഴ്സ് 10 മെസ്സേജ് നമുക്ക് വന്നിട്ടുണ്ട്. വേണ്ട, ഇനി ഇത് ക്ലോസ് ചെയ്ത് ഇനിയിപ്പോൾ ക്ലിയർ ആയി, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയല്ലോ. ഇനി നമ്മൾ ക്രിയേറ്റ് ക്യാമ്പയിൻസ് എന്ന് പറഞ്ഞിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ലീഡ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ലീഡ്സ് എടുത്തതിന് ശേഷം മാനുവൽ ലീഡ്സ് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഒരു പേര് കൊടുക്കുക. ആ പേര് എന്താണ്, കൊച്ചി ആഡ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊച്ചി എന്ന് പറയുന്ന ഈ ഒരു ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കിയുള്ളതൊക്കെ സിമിലറാണ്, വേറെ ഒന്നും ചേഞ്ച് വരുത്താനില്ല. ജസ്റ്റ് നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ആഡ് സെറ്റ് നെയിം എന്ന് പറഞ്ഞ് ഈ ഒരു ഇതിലേക്ക് വരും. അതിൽ നമ്മൾ അടുത്ത നെയിം കൊടുക്കുക. ബാക്കിയുള്ളതൊന്നും ഞാൻ പഴയ വീഡിയോയിലും പറഞ്ഞതുപോലെ ബാക്കിയുള്ളതൊന്നും നിങ്ങൾ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒക്കെ ഞാൻ മെയിൻറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തെറ്റ് ഇട്ട് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ അത് വെച്ചിട്ട് ക്രോസ് ആണെന്നുള്ളത് വെട്ടി തിരുത്തി ഇതാക്കരുത് കേട്ടോ, അങ്ങനെയൊന്നും ഓപ്ഷനിലില്ല. ഇനി കൺവെൻഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോം ഫില്ല് ചെയ്യുക. ഇൻസ്റ്റൻറ്റ് ഫോംസ് എന്ന് പറഞ്ഞാൽ ഈ ഫോം ഫില്ല് ചെയ്യുക. ഇതാണ് നമ്മൾ ഫോം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശിക്കുന്നത്. നേരത്തെ ഇവിടെ ഈ പഴയ ഫോമൊക്കെ വന്നിരുന്നു, നമ്മൾ ആകെ ബുദ്ധിമുട്ടിച്ചിരുന്നു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻസ്റ്റൻറ്റ് ഫോം നമ്മളിവിടെ മെയിനായിട്ട് ഇത് സെലക്ട് ചെയ്യുക. മെയിനായിട്ട് ഇതാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ബാക്കി ഇവിടെ എന്ത് ചെയ്യുക, ഒരു അപ്രൂവൽ വരും. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നു. ഇവിടെ ഈ അപ്രൂവൽ വരുന്നത് ഇവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു പേജ് എടുത്തപ്പോൾ ഞാൻ കാണിച്ചു തന്നു, വീണ്ടും കാണിച്ചു തരാം, നോ പ്രോബ്ലം. അപ്പോൾ എന്ത് വരും, ഇങ്ങനൊരു പോപ്പപ്പ് വരും. നമ്മൾ വ്യൂ ടേംസ് എന്നുള്ള ഈ കണ്ടീഷൻസ് എഗ്രിമെൻറ്റ് ചെയ്യുക. അത് എഗ്രിമെൻറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ നെക്സ്റ്റ് ഇവിടെ ബാക്കിയുള്ള ഫില്ല് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിൽ പെർഫോമൻസ് ഗോൾസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കൺവെൻഷൻ ലീഡ്സ് നമ്മൾ കൊടുക്കുക. ഇവിടെ ഞാൻ ഓരോന്ന് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ 200 ബഡ്ജറ്റ് കൊടുക്കുക. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതേപോലെ ചെയ്യാം. ഓക്കെ, കൺട്രോൾസ് നിങ്ങൾ സെറ്റപ്പ്. ഞാൻ നെക്സ്റ്റിലേക്ക് പോവുകയാണ്. ബാക്കി ഞാൻ കഴിഞ്ഞ ഈ എന്താ പറയുക, ഈ ഒരു എറർ സംഭവിക്കുന്ന മുന്നേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഞാൻ വീണ്ടും രണ്ടാമത് നിങ്ങൾക്ക് എടുത്ത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി ന്യൂ ലീഡ്സിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യും, പോസ്റ്റർ. ഇവിടെയാണ് മെയിനായിട്ട് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടത്. ക്രിയേറ്റ് ഫോം ചെയ്യുന്നതൊക്കെ ഈ ഒരു ആഡ് നെയിമിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ കഴിഞ്ഞതിന് ശേഷം ഇത് ഫേസ്ബുക്ക് പേജിനായിട്ട് കണക്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മളൊരു ക്രിയേറ്റ് ഒരു ആഡ് കൊടുക്കണം എന്ന് പറഞ്ഞു. ഇത് പഴയ ആഡ് ഇതായിട്ട് വരുന്നുണ്ടല്ലേ. ഓക്കെ, നോ പ്രോബ്ലം. അത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നെ ക്രിയേറ്റ് ആഡ് എന്ന് പറയുന്ന ഈ ഒരു ഇതിൽ നമ്മൾ ഓൾറെഡി സിംഗിൾ ഇമേജായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ഫോം കൊടുക്കണം. പഴയ ഫോം ഇവിടെ ഓൾറെഡി സെലക്റ്റായി കിടക്കുന്നുണ്ട്, നമുക്ക് ശരിയാക്കാം. അതിൻ്റെ മുന്നേ നമ്മൾ ഇമേജ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഓപ്ഷൻ അടിയിൽ ഇവിടെയാണ് ആഡ് ക്രിയേറ്റ് ഇമേജ് ഒന്ന് സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഞാനൊരു ഇമേജ് സെലക്ട് ചെയ്തിട്ട് ഇതിലിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇമേജ് സെലക്ട് ചെയ്തിടുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്ന് കൊടുത്തു. ഇതെങ്ങനെ വരുന്നതെന്ന് നിങ്ങൾ കണ്ടോ. ഇവിടെ നിങ്ങളിങ്ങനെ വരുമ്പോൾ ഇത് നിങ്ങളെപ്പോഴും ഒറിജിനലാക്കിയിട്ടിടണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കണം ഒറിജിനൽ എപ്പോഴും സെലക്ട് ചെയ്യാനുള്ളത്. ഇനി ഇത് കറോസിലാക്കണം കണ്ടോ, ഇവിടെ അങ്ങനെ ജസ്റ്റ് സെലക്ട് ചെയ്താൽ മതി. ഇനി ഇത് കറോസിലാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെ കറക്റ്റ് ഫിറ്റ് ആവുള്ളൂ. ഇനി ഞാൻ കറോസിൽ എങ്ങനെ വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാനിപ്പോൾ ആഡ് ക്രിയേറ്റ് ഇമേജ് CRM ഇമെയിൽ കറോസ് കാണാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതിൽ ആഡ് ഇമേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് കറോസിൽ തന്നെ ഫസ്റ്റ് ഇമേജ് എടുത്ത് രണ്ടാമത്തെ ഇമേജ് വന്ന് പിന്നെ മൂന്നാമത്തെ ഇമേജ് വന്ന് അങ്ങനെ വന്നിട്ട് 10 എണ്ണം വരെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഈ പ്രിവ്യൂവിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ ഈ പ്രിവ്യൂവിൽ ഇവിടെ ഈ ഒരു ഓപ്ഷൻ കണ്ടോ, ഇതിലിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇമേജ് പോകുന്നുണ്ടോ. ഇതിലിവിടെ ഇത് ഇൻസ്റ്റേഡതാണ് കണ്ടോ, അതിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ വരുന്ന ഒരു ഇതിനാണ് ഈ കറോസിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അത് തന്നെ കറോസിലാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രിയേറ്റ് ഫോമിലേക്ക് പോകാം. ഓക്കെ,
അതിന് മുന്നേ ഇവിടെ ഓരോ സ്റ്റെപ്പുകൾ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അതെന്നെ നോക്കിയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്ത് കറോസിൽ നമ്മൾ സെലക്ട് ചെയ്ത് അതിൽ ഇമേജ് കൊടുത്തു, ഒറിജിനൽ നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിളായി കറോസിൽ യൂസ് ചെയ്യുന്നു. അത് ഞാൻ ജസ്റ്റ് അങ്ങനെ എഴുതി ഇട്ടെന്നുള്ളൂ, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ക്രിയേറ്റ് ഫോം. ഇനി ഡെസ്റ്റിനേഷൻ എന്താണ്? നമുക്ക് ക്രിയേറ്റ് ഫോമിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അതെടുക്കാനായിട്ട് ക്രിയേറ്റ് ഫോം, ഡെസ്റ്റിനേഷൻ, ഇവിടെയാണ് ക്രിയേറ്റ് ഫോം. ഇതാണ് ഡെസ്റ്റിനേഷൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് ഇൻസ്റ്റൻറ്റ് ഫോം ഉണ്ട്, അതിൽ ക്രിയേറ്റ് ഫോമിൽ ഒരു പേര് കൊടുക്കുക. ഇപ്പം നേരത്തെ ഒരു മെറ്റ ആഡ്സ് കോഴ്സ് എന്താണ് 2025 ഇതിൽ എന്ത് ചെയ്യുന്നത്? മെറ്റ ആഡ്സ് ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റ. ഫേസ്ബുക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് മോർ വോളിയം തന്നെ സെലക്ട് ചെയ്യുക. കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത്. പിന്നെ മാനുവലാണോ, ഫ്ലെക്സിബിൾ ഫോം ഡെലിവറി ഒപ്റ്റിമൈസേഷൻ ആണോ, മാനുവലാണോ? അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നോർമലി അത് ഫ്ലെക്സിബിൾ ഫോം ഡെലിവറി ഒപ്റ്റിമൈസേഷൻ എന്നുള്ള ലെവലിൽ തന്നെ സെലക്ട് ചെയ്താൽ മതി. ഇനി ഇത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ എന്താണെന്നുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ മാനുവലി ആണെങ്കിൽ അത് അവർ മാനുവലി നമ്മൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നതായിരിക്കും. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമുക്ക് സെറ്റപ്പ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇതാണ് ഫോമിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. ഫോമിൻ്റെ എന്തൊരു ഷീറ്റ് വരുന്നുണ്ട്. ഇനി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഫോം നെയിം ഇന്നതാണെന്ന് എടുത്തിട്ടുണ്ട്, ഫോം ടൈപ്പ് ഇന്നതാണ് ഇട്ടിട്ടുണ്ട്. ഇതെന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇവിടെ എന്താണ് ടൈറ്റിൽ ഇവിടെ എഴുതി വരേണ്ടത് എന്നുള്ളതാണ് മെയിൻ. ഹെഡ്ലൈൻ എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ ഹെഡ്ലൈൻ്റെ അവിടെ കൊടുക്കേണ്ടതൊക്കെ ഞാൻ ഓൾറെഡി ഇവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഫേസിൽ വലിയ സീക്രട്ട് എന്നൊരു ജസ്റ്റ് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഹെഡ്ലൈൻ കൊടുക്കുമ്പോൾ കണ്ട ഇവിടെ വന്നാണ്ട, ഇതാണ് ഹെഡ്ലൈൻ. ഇതിൻ്റെ അടിയിൽ വരുന്ന ഈ ഒരു പാർട്ട്, അതായത് നമ്മൾ ഇവരെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഫോം ഫില്ല് ചെയ്യാനാണ്. അപ്പോൾ ഈ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യില്ല, ഫിൽ ഫോം ദി ബില്ലോ. ഓക്കെ, അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇതിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, ഗൂഗിൾ മലയാളത്തിൽ നമുക്കത് അങ്ങനെ മലയാളമൊക്കെ ടൈപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കൺവെൻഷൻ നിങ്ങൾക്ക് തന്നതാണ്. അതുകൊണ്ടാണ് ഇത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ആഡ് ക്വസ്റ്റ്യൻസ്, നമ്മൾ അടുത്ത ആഡ് ക്വസ്റ്റ്യൻസ് എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല മൈൻഡ് സെറ്റുള്ളവരുണ്ട്. മനസ്സിലാക്കാൻ നമുക്ക് എങ്ങനെ പറ്റും, നമ്മളാണ് ഓരോരുത്തരാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മനസ്സിലാവുന്ന രീതി പല രീതിയും പല മെത്തേഡും പലവർക്കും. അപ്പോൾ അത് നമ്മൾ വ്യക്തമായിട്ട് ചിന്തിച്ച് വേണം നമ്മൾ ചെയ്യാൻ. മറ്റുള്ളവർ പരിഹസിക്കും, അതൊന്നും ഇങ്ങനെ ഇരിച്ചിങ്ങനെ, അതൊന്നും നമ്മൾ ഒരിക്കലും മൈൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇനി ആഡ് ക്വസ്റ്റ്യൻസ്, ഈ ആഡ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഷോർട്ട് ആൻസറാണ് നമുക്ക് വേണ്ടി. ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ഫസ്റ്റ് യുവർ നെയിം എന്ന് പറഞ്ഞിട്ട് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വേണ്ട, ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് കോഴ്സ്. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഇയാളെ പേര് ചോദിക്കുന്നത്, അതിന് നല്ലത് യുവർ നെയിം എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്യണം. യുവർ നെയിം എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൊടുത്ത്, അങ്ങനെ 4 ക്വസ്റ്റ്യൻസ് മാക്സിമം നമ്മൾ ചെയ്താൽ മതി. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ ആരായാലും അത് എന്താ പറയുക, നമ്മളാണെങ്കിൽ പോലും നമുക്ക് ഒരു ടൈം ലിമിറ്റ് ഇല്ല. നമ്മളൊന്നും ഫുൾ ക്വസ്റ്റ്യൻസ് ഒന്നും ആൻസർ ചെയ്തിട്ട് സമയം കളയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആൾക്കാർ അത് മൈൻഡ് ചെയ്യാതെ പോകും. അപ്പോൾ നമ്മൾ അടുത്തത് നോക്കാം. ഇത് ഞാൻ വാട്സപ്പ് നമ്പർ ആഡ് ചെയ്യാണ്, ഷോർട്ട് ആൻസറിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് അത് കഴിഞ്ഞു. ഇനി അടുത്തത് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൊക്കേഷൻ, നിങ്ങളുടെ ലൊക്കേഷൻ എന്താണ്. ഞാൻ ലൊക്കേഷൻ്റെ പകരം വേറെ എന്തെങ്കിലും നമുക്ക് നിങ്ങളെ എന്താണ് മാസ്റ്റർ ഡിഗ്രി എന്താണ്, നിങ്ങളെ എഡ്യൂക്കേഷൻ എന്താണ്, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഈ കോഴ്സിന് ചേരാൻ താല്പര്യമുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ് നമ്മൾ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളത് ചോദിക്കുന്നു, ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ആൻസർ യെസ് ഓർ നോ. അവിടെ
വരുന്ന കണ്ടോ, ഇവിടെ ഈ അടിയിൽ വരും കേട്ടോ. ഇത് നമ്മൾ ഓരോ ചെയ്യുന്നതിൻ്റെയും ഓരോ ഇത് നമുക്കിവിടെ പ്രിവ്യൂ കാണാൻ പറ്റും. അത് കണ്ടോ, ഇങ്ങനെ കാണാൻ പറ്റും. ഇത് ഫുള്ള് ഞാൻ എങ്ങനെ കാണണമെന്ന് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് നമ്മൾ എന്താ വേണ്ടത്, ഇതിൽ 3-4 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഫില്ല് ചെയ്ത് ഞാനിവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, എസ് ഓർ നോ അങ്ങനെയുള്ളത്. ഇനി ഡിസ്ക്രിപ്ഷൻ പ്രൊഫൈൽ ഡിസ്ക്രിപ്ഷൻ, അതായത് എന്താണ് നിങ്ങൾ ഇതിനോട് കോണ്ടാക്ട് ഇൻഫോർമേഷൻ. ഈ കോണ്ടാക്ട് ഇൻഫോർമേഷൻ എൻ്റർ യുവർ ആൻസർ, അതായത് ഈ ഒരു കോണ്ടാക്ട് ഇൻഫോർമേഷൻ നമ്മൾ കളക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മളിവരെ മിസ്യൂസ് ചെയ്യില്ല എന്നുള്ള ഒരു ജസ്റ്റ് ഒന്ന് കൊടുക്കാൻ വേണ്ടി വി ഡോണ്ട് ഷെയർ യുവർ ഡാറ്റ എന്ന് മാത്രം കൊടുത്താൽ മതി. കോണ്ടാക്ട് ഇൻഫോർമേഷനിലോട് കൊടുക്കണം. അതിന് മെയിൽ ഐ ഡി ഫുൾ നെയിം അവരോട് ചോദിക്കുന്നുണ്ട്. അത് അവർ ഓരോരുത്തരും ഓപ്ഷണലായിട്ട് അത് ചെയ്യുന്നവർ ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത നമുക്ക് ഇതിൻ്റെ പ്രൈവസി പോളിസി സെറ്റപ്പ് ഉണ്ട്. അതെന്താണെന്ന് കൂടി നോക്കാം. അത് ഞാൻ ഓൾറെഡി ഇതിൽ സെറ്റപ്പ് ചെയ്ത കാരണമാണ് ഇതിലിങ്ങനെ വരുന്നത് കേട്ടോ. ഇതിൽ നമുക്കൊരു ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക്, അതെല്ലാം നിങ്ങൾക്ക് ഇനി ഗൂഗിളിൻ്റെ ലിങ്ക് അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ ഒരു ലിങ്കിൻ്റെ ഓപ്ഷനാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെയുള്ള അതിൻ്റെ മാറ്റം ഞാനിതാ ഇത് കൊടുത്തു. കണ്ട ഇവിടെ https://www.com എന്നുള്ളത് നമ്മൾ കൊടുത്തു. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇവിടെ ഈ ലിങ്ക് കൊടുത്തതിന് ശേഷം ഇവിടെ പ്രൈവസി പോളിസി എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടാൽ മതി. ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ അതാണ് പ്രൈവസി പോളിസി, ഫേസ്ബുക്ക് ഡാറ്റ പോളിസി. ജസ്റ്റ് അത് കൊടുത്ത് ഇനി നെക്സ്റ്റ് ഇതൊന്നും ചെയ്യണ്ട, കസ്റ്റം നോട്ടീസ് ഒന്നും ചെയ്യണ്ട, നെക്സ്റ്റ് കൊടുക്കുക. ഈ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഹെഡ്ലൈൻ നിങ്ങൾക്ക് കൊടുക്കാണ്ട്. അപ്പോൾ ഈ ഹെഡ്ലൈൻ ഞാൻ ഇവിടെ ഓൾറെഡി പഴയത് ചെയ്ത് കാരണമാണ് താങ്ക് യു ഓൾ സെറ്റ് ആണെന്ന് മനസ്സിലായ. ഇതിവിടെ കാണുന്നുണ്ട്, കണ്ട ഇതേപോലെ വരും. പിന്നെ അടുത്ത മെസ്സേജ് ഞാൻ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിൽ താങ്ക് യു ഫോർ ഇൻട്രസ്റ്റ് വിൽ കോൺടാക്ട് യു, ജസ്റ്റ് യുവർ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് റെസ്പോൺസ്, ജസ്റ്റ് അത് വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ ഇൻട്രസ്റ്റ് വിൽ കോൺടാക്ട് യു സൂൺ എന്നും പറഞ്ഞിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കണ്ട ഇതിങ്ങനെ ചെയ്യാം. ഇനി അടുത്തത് നമ്മൾ ഈ ഇതൊക്കെ വരുന്ന ലീഡ്സൊക്കെ വരുന്ന വാട്സപ്പ് തന്നെ കണക്ട് ചെയ്യുക, വാട്സപ്പ് നമ്പർ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. പിന്നെ ഇനി അടുത്ത കോൾ ആക്ഷൻ ബട്ടൺ നമുക്ക് കൊടുക്കണം. വ്യൂ വെബ്സൈറ്റ് ലിങ്ക്, വെബ്സൈറ്റ് ലിങ്ക് ഉള്ളവർ അത് കൊടുക്കുക. നമ്മൾ എൻഡിങ് ഇവിടെ ഇങ്ങനെ കൊടുക്കുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി നമ്മളതിന് ഓൾറെഡി വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ക്രിയേറ്റ് ഫോമിൻ്റെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് അതെങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് കഴിഞ്ഞ് ഇനി ഞാൻ അതിലേക്ക് വരാം. ഇത് കണ്ടോ, ഇതാണ് ഫസ്റ്റ് യുവർ നെയിം എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആർ യു ഇൻട്രസ്റ്റഡ് വിത്ത് ദിസ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യനാണ് വരുന്നത്. കണ്ടോ, അത് കഴിഞ്ഞ് യുവർ നെയിം എൻ്റർ ചെയ്യാം. അത് കഴിഞ്ഞ് ഇവിടെ വാട്സപ്പ് നമ്പർ, അത് കഴിഞ്ഞ് ലൊക്കേഷൻ, അത് കഴിഞ്ഞ് കോണ്ടാക്ട് ഇൻഫോർമേഷൻ. ഇത്രേ ഉള്ളൂ ഈ ഒരു ഇതിൽ പ്രൈവസി പോളിസി. അടുത്ത താങ്ക് യു ആർ ഓൾ സെറ്റ്, താങ്ക് യു ഇൻട്രസ്റ്റഡ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈ ഒരു സംഗതിയാണ് വരുന്നത്. ഇനി പ്രൈമറി ടെസ്റ്റ് എന്താണ്, അതായത് നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ നമുക്ക് പ്രൈമറി ടെസ്റ്റ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പ്രൈമറി ടെസ്റ്റ് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത് എഴുതാം, വളരെ സിമ്പിളായിട്ട്. ഞാൻ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ സിമ്പിളായിട്ട് എന്നുള്ളത് മലയാളം നമുക്ക് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് നമുക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ലെവലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിവിടെ വരും, ഇവിടെ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസിൽ വരും. ഒരു പ്രൈമറി ടെസ്റ്റ് എന്ന് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് വേറെ ക്രിയേറ്റ് ചെയ്യാൻ വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ട്രാക്കിങ് ചെയ്യാം, CRM അങ്ങനെ സെറ്റപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. പിന്നെ നിങ്ങളെ URL, അതായത് അതൊക്കെ ഓപ്ഷനിലാണ്, അതൊന്നും ചെയ്തില്ല വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഇത് പബ്ലിഷ് കൊടുക്കുക. പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രാഫ്റ്റിക്ക് ഇതിങ്ങനെ പബ്ലിഷ് മൾട്ടിപ്പിൾ ഐറ്റംസ് പബ്ലിഷർ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രോസസ്സിങ്ങോ ഇൻറിവ്യൂ ആക്റ്റീവോ ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇതിൽ എറർ വരികയാണെന്നുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ ചെക്ക് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ കാര്യങ്ങൾ. ഇതിലിപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് എററായ കാരണം കൊണ്ടാണ് ഇത് വന്നത്. ജസ്റ്റ് ഞാനിപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്ത് കളയും. ജസ്റ്റ് ഇങ്ങനെ ആഡ്സിൽ വരും, ഇതിൽ വരും.
ആഡ്സ് ഇങ്ങനെ എല്ലാ ഇതിലും വരും കേട്ടോ. അപ്പോൾ അത് നോക്കുക. അപ്പോൾ ഞാൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ സമയം എടുത്തത് നമ്മൾ ആ ഒരു എറർ വന്നത് അതിനെ എന്താ പറയുക ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താണോ ലൈവിൽ അത് ക്ലിയർ ആക്കിയും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതെടുത്തത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആപ്പ് സെയിൽസ് അതൊറ്റ മൊഡ്യൂളാക്കിയിട്ട് ഞാൻ എടുത്ത് ക്ലിയർ ആക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ ബൈ. സി യു.